നമസ്കാരം. ചന്ദ്രലേഖയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ അധ്യാപകരാണെന്ന് പണ്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വിജയം സാധ്യമാകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വിജയകരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ടാകട്ടെ ഇന്നത്തെ ചന്ദ്രലേഖയുടെ തുടക്കം. ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന പിന്നിലാവുന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. ചലച്ചിത്ര രംഗത്തെ ഒരു നടിയും സംവിധായകയും നിർമ്മാതാവുമാണ് പൂജ ഭട്ട്. 1972 ഫെബ്രുവരി 24 പൂജ ഭട്ട് ജനിച്ചത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖ സംവിധായകനായ മഹേഷ് ഭട്ടിന്റെ മകളാണ് പൂജ. കുടുംബത്തിന് സ്വന്തമായ വിശേഷ് ഫിലിംസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയിലെ പ്രധാന അംഗം കൂടിയാണ് പൂജ ഭട്ട്. उस लड़की पे मैं मरता हूँ. 1989 17-ാം വയസ്സിലാണ് പൂജ ആദ്യമായി അഭിനയിച്ചത്. തന്റെ പിതാവായ മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത ഡാഡി എന്ന TV ഫിലിമിലാണ് പൂജ ആദ്യമായി വേഷമിട്ടത്. ബോളിവുഡിൽ ആദ്യമായി അഭിനയിച്ച ദിൽ ഹേ കി മാൻതാ നഹീൻ എന്ന ചിത്രം ഒരു മ്യൂസിക്കൽ വിജയമായിരുന്നു. മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ഇതിലെ അഭിനയത്തിന് പൂജയ്ക്ക് ലഭിച്ചു. സഡക്, ജുനൂൻ, താഹത്ത്, തമന്ന എന്നിവയാണ് പൂജ ഭട്ടിന്റെ ചില പ്രധാന ചിത്രങ്ങൾ. ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം 2001 എവരിബഡി സേയ്സ് ഐ ആം ഫൈൻ എന്ന ചിത്രമാണ്. അതിനുശേഷം ചലച്ചിത്ര സംവിധാനത്തിലും നിർമ്മാണത്തിലും പൂജ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 'ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം 2004 ഇറങ്ങിയ പാപ് എന്ന ചിത്രമാണ്. ഇതിൽ ജോൺ അബ്രഹാം, ഉദിത ഗോസ്വാമി എന്നിവരായിരുന്നു അഭിനയിച്ചത്. ഇതുകൂടാതെ 2 ചിത്രം കൂടി പൂജ സംവിധാനം ചെയ്തു. 2006 ഹോളിഡേ, 2007 ധോക്ക എന്നിവയാണ് ആ ചിത്രങ്ങൾ. 2003 ഓഗസ്റ്റ് 24 പൂജ മനീഷ് മഗീജയെ വിവാഹം ചെയ്തു. ഇന്ത്യൻ സംഗീത ചാനലായ ചാനൽ വിയിലെ ഒരു അവതാരകനാണ് മനീഷ്. മികച്ച ഗ്ലാമർ വേഷങ്ങളിലൂടെ പൂജ ഭട്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ജീവിതം വിജയമാക്കി മാറ്റിയ പെൺതാരകങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂജ പ്രേം. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്ന് വരാൻ കാരണം എനിക്ക് 32 ലാംഗ്വേജസിൽ പാട്ട് പാടാൻ പറ്റും. പിന്നെ ഞാൻ 3 വയസ്സ് തൊട്ടേ പാട്ട് പാടി തുടങ്ങി. പിന്നെ ഞാൻ കടവന്ത്രയിലുള്ള കേന്ദ്രീയ വിദ്യാലയ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 9th പഠിക്കുന്നത്. ഞാൻ ആദ്യം പഠിച്ചിരുന്നത് ലത ടീച്ചറിൻ്റെ അടുത്താണ്. പിന്നെ ഞാൻ തമ്മനത്തുള്ള പീറ്റർ ഫെലിക്സ് സാറിൻ്റെ അടുത്തും അന്നമനട സതീഷ് സാറിൻ്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് രാജാമണി സാറിൻ്റെ ശിഷ്യനായ വിശാൽ സാറിൻ്റെ അടുത്താണ്. പിന്നെ രാജാമണി സാർ എന്നെ പാട്ടിൽ കുറേ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജാമണി സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ ക്യാപ്റ്റൻ രാജു അങ്കിളും എന്നെ പ്രോഗ്രാമിൽ കുറേ സപ്പോർട്ട് ചെയ്യാറുണ്ട്, കുറേ പ്രോഗ്രാമിനൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇംഗ്ലീഷിലുള്ള പാട്ട് പഠിച്ചാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ലാംഗ്വേജസൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം 7 ലാംഗ്വേജ്, 5 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു കുറച്ചധികം ലാംഗ്വേജസ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 32 ലാംഗ്വേജസിൽ
പഠിച്ചു പാട്ടുകൾ. പിന്നെ പാട്ടൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത് ലിറിക്സ് ഒക്കെ എടുത്തിട്ടാണ് പഠിക്കാറ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കാറുണ്ട്. എന്നെ പാട്ട് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അച്ഛനും അമ്മയാണ്. അവർ നെറ്റിൽ നിന്ന് ലിറിക്സ് ഒക്കെ എടുത്തു തരും പാട്ടിൻ്റെ. പിന്നെ അങ്ങനെ കുറേ പാട്ടൊക്കെ സെലക്ട് ചെയ്യാനും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അച്ഛൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അമ്മ ആദ്യം ACSൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്തു. ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ വരാൻ വേണ്ടി റിസൈൻ ചെയ്തു. ഇത്രയും ലാംഗ്വേജസിൽ പാടാൻ സാധിച്ചത് കാരണം എനിക്ക് കുറേ പ്രോഗ്രാമിലൊക്കെ പോകാൻ പറ്റി. പിന്നെ എനിക്ക് ദുബായിൽ പ്രോഗ്രാമിന് ചാൻസ് കിട്ടി. പിന്നെ അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പ്രോഗ്രാം കാരണം എനിക്ക് കുറേ സ്ഥലത്തൊക്കെ പോകാൻ പറ്റി. എനിക്ക് പാടാൻ കഴിവുള്ളതുകൊണ്ട് NPAB മെമ്മോറിയൽ അവാർഡ്, പിന്നെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, പിന്നെ പ്രവാസി മലയാളീസ് അവാർഡ്, അങ്ങനെ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. 3 വയസ്സ് തൊട്ട് പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേ സ്റ്റേജ് ഷോസ് ഇങ്ങനെ ചെയ്ത് പിന്നെ ഞാനത് കഴിഞ്ഞ് കൊച്ചു TV-യിലൊക്കെ ആങ്കറിങ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ലിറ്റിൽ സ്റ്റാർസ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഫേമസ് ആയി. അങ്ങനെ പിന്നെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഗൾഫിലൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. കാരണം ക്യാപ്റ്റൻ രാജങ്കിൾ, പിന്നെ ജലീൽ താനത്തങ്കിൾ, അങ്ങനെ കുറേ പേരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടൊക്കെ കാരണം എനിക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ കിട്ടി. ഞാൻ ആദ്യം അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞൊരു പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്കും അവിടെ കളക്ടർ സാർ ഉണ്ടായിരുന്നു, ഷേഖ് പരീദ് സാർ. സാറിന് പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിലോട്ട് എനിക്ക് അഡ്മിഷൻ തന്നു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പഠിക്കുന്നത്. പിന്നെ പ്രോഗ്രാംസൊക്കെ ഉള്ള കാരണം എന്തായാലും ലീവൊക്കെ എടുക്കാനായിട്ട് പ്രിൻസിപ്പളും ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എൻ്റെ ക്ലാസ് മിസ്സാവും. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു വെച്ചിട്ടാണ് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ അവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിനി റെക്കോർഡിന് വേണ്ടിയിട്ട് കുറേ ലാംഗ്വേജസിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ്, ലാറ്റിൻ, ഹുസ്ബക്, ജർമ്മൻ, അറബിക്, അങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മെയിൽ ചെയ്യണം. ഇപ്പോൾ കുറേ നാളായി പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ 500-ലേറെ പാട്ടുകൾ കാണാണ്ട് പാടാൻ എനിക്കറിയാം. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ കുറച്ച് ആഡ്സും ആൽബംസ് അങ്ങനെ ചില പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ സിനിമയിൽ പാടണമെന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് യേശുദാസ് സാറിനെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാസാറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പോയപ്പോഴത്തേക്കും അവിടെ യേശുദാസ് സാറ് വന്നിരുന്നു. അപ്പോൾ യേശുദാസ് സാറിനെ കാണാനും ഒരു അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ അവസരം കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ചിത്ര ചേച്ചീനെയാണ്. ചിത്ര ചേച്ചീനെ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 3 വയസ്സ് തൊട്ടേ പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ വേറെ ലാംഗ്വേജസിലൊക്കെ പാടാൻ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച എൻ്റെ അച്ഛനും അമ്മയാണ്. പിന്നെ അവർ കുറേ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിലും ACSലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിപ്പോൾ എൻ്റെ പ്രോഗ്രാമിനൊക്കെ വരാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ എനിക്കിനി ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കാരണമാണ് എനിക്കിപ്പോൾ കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ പറ്റിയത്.
ഇനി എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി കഴിവും ഒക്കെ ഉള്ള ആൾക്കാർ പുറകോട്ട് നിൽക്കാതെ അവരുടെ കഴിവ് നല്ലോണം പ്രോത്സാഹിപ്പിച്ച് വിജയം കൈവരിക്കണം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. സ്ത്രീകൾക്കായി നിരവധി നിയമങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും നാം അവയെക്കുറിച്ച് അറിയാറില്ല. നീതിപാഠം എന്ന സെഗ്മെന്റാണ് അടുത്തതായി നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ എറണാകുളത്തുള്ള കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചുള്ളതും സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രസക്തമായതുമായ ചില നിയമകാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മാർച്ച് 8 വനിതാ ദിനം എത്തി നിൽക്കുകയാണ്. ലിംഗസമത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. ആലോചിച്ച് നോക്കിയാൽ അത് ഏറ്റവും മഹത്തരമായ ഒരു ആശയമാണ്. എത്രയൊക്കെ നിയമ പരിരക്ഷയും സംരക്ഷണവും ഉണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീകൾ ഇപ്പോഴും രണ്ടാം തരം പൗരന്മാർ തന്നെയാണ്. നമ്മുടെ മുൻ തലമുറയെ വെച്ച് നോക്കിയാൽ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ബൗദ്ധികമായിട്ടും സ്ത്രീകൾ ബഹുദൂരം മുന്നിലെത്തിയിട്ടുള്ളതായി കാണാം. കൈവയ്ക്കാത്ത മേഖലകളില്ല, എത്താത്ത ഉയരങ്ങളുമില്ല. പക്ഷേ സാമൂഹികമായി മാത്രം സ്ത്രീകളുടെ ഉള്ളടക്കത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് കാണാം. ഒരു ആചാരം പോലെ കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. വാസ്തവത്തിൽ സ്വന്തം ശക്തിയെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയും ധാരണയില്ലാത്തവരാണ് സ്ത്രീകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി പലവിധ പരിശ്രമങ്ങൾ നമുക്ക് ചുറ്റിലും നടന്നു വരുന്നുണ്ട്. അത് പക്ഷേ നടക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും മനസ്സിനുള്ളിലാണ്. ബാഹ്യമായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല. അത് സ്ത്രീയുടെ ആത്മബോധത്തിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു ശക്തിയാണ് എന്നാണ് പരമാർത്ഥം. ഒരു സ്ത്രീ ഏറ്റവും ആദ്യം വിധേയയാകുന്നത് മാനസികമായ ചൂഷണത്തിനാണ്. അത് സംഭവിക്കുന്നത് വീടിൻ്റെ ചുമരുകൾക്കുള്ളിലാണ്. അവൾ ഒരിക്കലും അവനെപ്പോലെയല്ല എന്ന് വീട് സദാ അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായ യാതൊരു ചോദനകളോടെയും പെൺകുട്ടികൾക്ക് സാധാരണ വളരാൻ സാധിക്കാറില്ല. മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽക്കാർ, നാട്ടുകാർ, അധ്യാപകർ, സമാനതയിലുള്ള കൂട്ടുകാർ എന്നിവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന, പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ. കാലവും സമയവും പ്രകൃതിയും എല്ലാം ചേർന്ന് വരച്ച് തയ്യാറാക്കിയ ചതുരങ്ങളിൽ ഒതുങ്ങിപ്പോയ കഥാപാത്രങ്ങളാണ് സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ നോക്കിയാലും അവർക്ക് സ്ഥിരം വേഷമാണ്. അതിലൊരു മാറ്റം വരാൻ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. അതാണ് വാസ്തവം. കന്യകാത്വം, ചാരിത്ര്യം, പാതിവൃത്യം തുടങ്ങിയ സങ്കല്പങ്ങളിൽ സ്ത്രീയെ തളച്ചിടുകയും സ്ത്രീയുടെ ഒരു ലിംഗപരമായ തൊഴിൽ വിഭജനത്തിലൂടെ സ്ത്രീയെ അടിമയാക്കി വയ്ക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് വാസ്തവത്തിൽ സമൂഹത്തിൻ്റേത്. ഇവിടെ പുറം ലോകവുമായുള്ള ഇടപാടുകൾ പുരുഷന്മാർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. സ്ത്രീകളെ സമൂഹം അടുക്കളയിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും ക്രൂരമായ ഒരു വെർഷൻ ആണ് താലിബാൻ സ്ത്രീകളോട് പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ വിധത്തിലെല്ലാം ജീവിച്ചു പോരുന്ന ഒരുവൾക്ക് സ്വന്തം അവകാശങ്ങളെപ്പറ്റിയും സ്വന്തം അഭിമാനത്തെപ്പറ്റിയും ചിന്തിക്കാൻ ഭയം തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയും. അഥവാ ഒരുവൾ പ്രതികരിച്ചാൽ ഞാനും നിങ്ങളും അടക്കമുള്ള സ്ത്രീകൾ അവളെ ഒരു കുഴപ്പക്കാരി എന്ന നിലയിലാണ് നോക്കിക്കാണുക. അവൾ സഹിക്കാൻ ബാധ്യതപ്പെട്ടവളാണ് എന്ന് നാം അവരെ ഓർമ്മിപ്പിക്കുന്നു. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ആത്മാഭിമാനം സ്ത്രീകൾക്ക് പാടില്ല എന്ന് സ്ത്രീകൾ പോലും വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്.
അത്തരം ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് എന്ത് നീതിയും സുരക്ഷയുമാണ് ലഭിക്കുക എന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കും. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ കാണാം പെൺമലയാളം സെഗ്മെന്റിലൂടെ. വെർജീനിയ മക്ലോറിന്റെ സ്വപ്നമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കുക എന്നത്. അത് സാക്ഷാത്കരിക്കപ്പെട്ടത് 106-ാം വയസ്സിലും. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ബറാക് ഒബാമയെയും ഭാര്യയെയും കണ്ടപ്പോൾ വെർജീനിയയ്ക്ക് സന്തോഷമടക്കാനായില്ല. How are you? I'm fine. Oh, it's so nice to see you. It's an honor. You want to say hi to Michelle? Yeah. Slow down, man. Don't go to your She's 106. No, you are not. You are not. Well, you slow down. Oh my goodness. പ്രായം മറന്ന വെർജീനിയ 2 ചുവട് വെച്ചപ്പോൾ പ്രോത്സാഹനവുമായി ഒപ്പം ചേർന്നു ഒബാമയും മിഷേലും. ഇത്ര ഊർജ്ജസ്വലയായ വെർജീനിയയ്ക്ക് 106 വയസ്സായെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നും തനിക്കും അതുപോലെയാകണമെന്നാണ് ആഗ്രഹമെന്നും മിഷേലിന്റെ കമന്റ്. 106-ാം വയസ്സിലും ഡാൻസ് ചെയ്യുന്നതിന്റെ രഹസ്യമെന്തെന്നായി ഒബാമ. Dancing? Come on. So what's the secret to still dancing at 106? Come on. We're so happy to have you here. And look at those nails. താൻ വൈറ്റ് ഹൗസിലാണെന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് വെർജീനിയ. I thought I would never live to get in the light. Well, you are right here. And I tell you, I I am am so happy. We are happy to have you. പിന്നീടാണ് സന്തോഷത്തിന്റെ യഥാർത്ഥ കാരണം വെർജീനിയ വെളിപ്പെടുത്തിയത്. ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റായത് ആഘോഷിക്കാനാണ് താൻ വൈറ്റ് ഹൗസിലെത്തിയതെന്ന് വെർജീനിയ പറഞ്ഞു. Like president. Then look at him. Hey, right there. Like white. That's me. Yes. And I'm here to celebrate Black history. That's exactly. Yeah, that's what I'm here. കറുത്ത വർഗ്ഗക്കാർ ചരിത്രം രചിച്ചതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷം പങ്കിട്ടാണ് വെർജീനിയ മടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. അധികാര കസേരകൾ എന്നും രാഷ്ട്രീയക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ തനിക്ക് കിട്ടിയ സ്ഥാനം വേണ്ട എന്ന് വെച്ച ധീരയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് നമ്മളോടൊപ്പമുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ ഷാനിമോൾ ഉസ്മാന്റെ നാട്ടുവിശേഷങ്ങളിലേക്കും വീട്ടുവിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് കിടക്കാം. എങ്ങനെയാണ് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു സ്ത്രീ ആദ്യം നേരിട്ട വെല്ലുവിളി അതായിരിക്കും. ഈ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ആ കാലഘട്ടം എങ്ങനെയാണ് അവർക്ക്? പെൺകുട്ടി എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളാവുകയാണ് കേരളത്തിൽ. സത്യത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്നും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കഴിയുന്നതും വീട്ടിലുള്ളപ്പോൾ തന്നെ ഞാൻ തന്നെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു നേരമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം എൻ്റെ വീട്ടിലുള്ളവർ കഴിക്കുക എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അടിസ്ഥാനമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടത് ആദ്യം കുടുംബത്തെ ഇത് ചെയ്യുക, അതിനുശേഷം ഒരു സമൂഹത്തിലേക്ക്. എങ്ങനെയാണ് ഇത്തയുടെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ കാഴ്ചപ്പാടിൽ ശരിക്കും നന്നായിട്ട് നമ്മൾ ഒരു അടുക്കള മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ, അത് വിദ്യാഭ്യാസം ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, അവർക്ക് തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളിലും അവരുടേതായിട്ടൊരു ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുമെന്നൊരു സംശയമുണ്ട്. രാഷ്ട്രീയത്തിൽ പലതരത്തിൽ വരാം. ഒന്ന്, നമുക്ക് പാരമ്പര്യത്തിൻ്റെ ആനുകൂല്യത്തിൽ വരാം. നമ്മുടെ വീട്ടിലാരെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ആവേശം കൊണ്ടുവരാം, അതല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് രാഷ്ട്രീയത്തിൽ വരാം. പക്ഷേ എന്നെ സംബന്ധിച്ച് വിദ്യാർത്ഥി രംഗത്തുകൂടി തുടങ്ങുമ്പോൾ ഏകദേശം 32 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ KSUവിൻ്റെ, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSUവിൻ്റെ കലാലയ സമാധാനം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ താല്പര്യം തോന്നിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒക്കെ കോൺഗ്രസിൻ്റെ വിവിധ സംഘടനകളിൽ തലങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്ക് സമുദായത്തിൻ്റേതായിട്ടുള്ളൊരു എതിർപ്പ് എനിക്കൊരിക്കലും നേരിട്ടിട്ടില്ല. കാരണം ഞാനിതെല്ലാം ബാലൻസ് ചെയ്ത് തന്നെ ഞാനൊരു ഉറച്ച വിശ്വാസിയാണ്. ഇത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുവാണ്. രാഷ്ട്രീയത്തിൽ ഇനി സീറ്റ് ചർച്ചകളിലേക്ക് ഒരു സമയമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും സ്ത്രീകളുടെ പ്രാധാന്യം എന്താണ്? അല്ല, തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി, ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ
കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേണ്ടത്ര രീതിയിൽ പലയിടങ്ങളിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് അവസരങ്ങൾ അല്ലെങ്കിൽ പാർട്ടി തഴഞ്ഞു എന്നുള്ള യാതൊരു പരിഭവവും എനിക്കില്ല. പാർട്ടി സീറ്റ് തന്നിട്ടുണ്ട്, സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ജയപരാജയങ്ങളൊക്കെ ആപേക്ഷികമാണ്. സ്ത്രീകളെ പൊതുവെ ജയസാധ്യത കുറഞ്ഞ സീറ്റുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു വ്യാഖ്യാനവും അത് വരുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ സീറ്റ് നിർണയം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സീറ്റ് നിർണ്ണയിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ തവണകളിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും അതൊക്കെ കൃത്യമാക്കി അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അംഗീകാരങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായ സംതൃപ്തിയാണോ? സംശയം എന്താ? ഞാൻ 9 വർഷത്തിലധികം കേരളത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് തന്നെയാണ് എന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കി എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സജീവ സാന്നിധ്യമായി ഷാനിമോൾ ഉസ്മാൻ എന്നുള്ള പേര് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാകുക എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് സജീവ സാന്നിധ്യമാകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും പാർട്ടി നേതൃത്വം സജീവമായി അത് പരിഗണനയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ, നമുക്ക് കാണാം. എന്തായാലും ഷാനിമോൾ ഉസ്മാൻ എന്ന വീട്ടമ്മയെയും ഒപ്പം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ശക്തിയായ ഒരു സ്ത്രീയെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അംഗം കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ സജീവമായി തന്നെ ഈ പോരാളി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എല്ലാവിധ ആശംസകളും. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.